അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് എൻ്റെ വാക്സിൻ്റെ സെക്കൻഡ് ഡോസിന് വേണ്ടിക്ക് പോകുന്നുള്ളതും ആ ഒരു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പം ഞാൻ ഫസ്റ്റ് രാവിലെ എണീച്ച പാടും കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ 2-2:30 മണിയായി. അപ്പോൾ 2:30 മണിക്ക് ഇപ്പോൾ ഫൈസലിക്ക കൂട്ടാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദുബായിലേക്ക് ഹയാത്ത് അവിടെ നിന്ന് തന്നെ ഫൈസലിക്ക അവിടെ നിന്നാണ് ഫസ്റ്റ് ഡോസ് എടുത്തത്. അപ്പോൾ അവിടത്തേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നോക്കണം കാര്യങ്ങൾ. ഡേറ്റ് ആയി. സെക്കൻഡ് ഡോസ് എടുക്കേണ്ടത് 11 മുതൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാം. 11 തൊട്ട് 18 വരെ അങ്ങനെയാണ് സെക്കൻഡ് ഡോസിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ഇതുവരെ അപ്പോയിൻമെൻറ്റിന് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. അപ്പം ഇന്ന് പോയി നോക്കാന്നുള്ള രീതിയിൽ അങ്ങനെ പോവുന്നത്. അപ്പം ഇതിന് മുമ്പായിട്ടെങ്കിൽ രാവിലെ തൊട്ട് ഇതുവരെ നടന്ന കാര്യങ്ങൾ കണ്ടിട്ട് ആയോ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളാണ്. രാവിലെ തന്നെ ഏകദേശം ഒരു 9-10 മണിയാകുമ്പോൾ അങ്ങനെ എണീക്കാറുള്ളൂ. ലേറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ മോന് ലേറ്റായിട്ട് എണീക്കാറ്. അപ്പോൾ പിന്നെ ഞാനും കുറച്ചൊന്ന് കിടക്കും. അങ്ങനെ പിന്നെ എണീറ്റു. പിന്നെ ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ കാര്യമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നുള്ളത് ചായ വെക്കണം. അപ്പോൾ മോനിക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഓനിക്കത് ഇഷ്ടമായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഓനിക്ക് ബൂസ്റ്റ് ഇട്ടിട്ട് ഓനിക്കും ആക്കി കൊടുത്തു. പിന്നെ ബാക്കിയുള്ള പാലിൽ നമ്മൾ നോർമൽ ചായ വെച്ചു. പൊതുവേ ഞാൻ എണീച്ച് ചായ വെച്ച് കഴിയുമ്പോൾ തന്നെ മോൻ എണീക്കലുണ്ട്. പക്ഷേ ഇന്ന് മോൻ എണീച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചായ കുടിച്ചു. ചായയും രാവിലെ തന്നെ ബിസ്ക്കറ്റുമാണ് പതിവ്. അപ്പോൾ പിന്നെ വേഗം ബിസ്ക്കറ്റും ചായയും കുടിച്ചു. പിന്നെ അതിന് ശേഷം മോൻ എണീച്ച് മോനിക്ക് മുട്ടയും നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബൂസ്റ്റും അത് രണ്ടും കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ ഒന്ന് വീട്ടിലൊക്കെ കുറച്ച് സമയം വിളിച്ച് സംസാരിച്ച് അതിന് ശേഷമാണ് കേട്ടോ പിന്നെ കിച്ചണിൽ കയറിയിട്ടുള്ളത്. പിന്നെ കിച്ചണിൽ കയറി പിന്നെ ഈ കാണുന്നുള്ളത് പച്ചരിയും ഉഴുന്നും തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ രാവിലെ ബിസ്ക്കറ്റും ചായയും കഴിച്ചാൽ ഉച്ചയ്ക്ക് ചോറ് അങ്ങനെ കഴിക്കലില്ല. മോനിക്ക് ചോറ് എന്തോ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ ഇന്നലെ രാത്രി അരച്ച് വെച്ച ദോശ ചുട്ടതിൻ്റെ ബാക്കി മാവുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മോനിക്കും എനിക്കും ദോശ ചുടാമെന്ന് വിചാരിച്ചു ഉച്ചക്കേക്ക് കേട്ടോ. പിന്നെ ചോറ് അങ്ങനെ രണ്ടുപേരും കഴിക്കില്ല. ഓനിക്ക് തീരെ ഇഷ്ടമല്ല ചോറ്. എന്നാലും ഗീ റൈസ് അങ്ങനെ കഴിക്കും. അത്രമേലും സാധാ ചോറ് തീരെ കഴിക്കില്ല. പിന്നെ രാവിലത്തെ ചായ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകണം. പിന്നെയെന്ന് പറയാൻ രാത്രിത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ അരിയും ഉഴുന്നൊക്കെ പുതിർത്തിട്ടുണ്ടായത്. അതും രാത്രി 12 മണിക്കാണ് ഓർമ്മ വന്നത്. നാളെ ഇഡ്ഡലി ചുട്ട് നോക്കാം സെറ്റാവും എന്നുള്ള രീതിയിൽ അങ്ങനെ വേഗം അത് കഴുകിയിട്ട് അരച്ച് വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ആകുമ്പോഴല്ലേ രാവിലെ അരച്ച് വെച്ചാലേ വൈകുന്നേരം ആകുമ്പോഴേക്ക് അതൊന്ന് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ പിന്നെ വേഗം അത് കഴുകിയിട്ട് അരക്കേണ്ട പരിപാടി നോക്കി. ഇഡലി ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കതിൻ്റെ റെസിപ്പിയൊന്നും ഓർമ്മയില്ല. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം ഇങ്ങനെ അറിയാം. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്നാകുമ്പോൾ ഞാൻ അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കലില്ല. ഉമ്മ അല്ലെങ്കിൽ ഉമ്മാമ്മ രണ്ടെന്ന് ആരെങ്കിലും ഒരാൾ ഫുഡ് ഉണ്ടാക്കും. നമ്മൾ അങ്ങനെ കിച്ചണിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറിയാൽ മതി. പിന്നെ ഇവിടെ വന്നാലാണ് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുക, എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ട് പിന്നെ അത്ര ഓർമ്മയില്ല. പിന്നെ തട്ടിക്കുട്ടിയുള്ള ഓർമ്മ വെച്ചിട്ടും പിന്നെ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് റെസിപ്പി നോക്കിയിട്ടുണ്ടായിനി. എന്നാലും അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെയും ആ ഒരു ലെവലിൽ ഉണ്ടാക്കി. പിന്നെ നാട്ടിൽ ഞാൻ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാമ്മനോട്. പക്ഷെ ഉമ്മാമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും നാട്ടിൽ ഈ മെഷറിങ് കപ്പ് വെച്ചിട്ടൊന്നും അല്ല, അളന്ന് തിട്ടപ്പെടുത്തിയിട്ടൊന്നും അല്ല ഫുഡ് ഉണ്ടാക്കുക. നമ്മളെപ്പോലുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെ ഫുൾ അളന്ന് നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഉമ്മ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയും ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ അരിയും ഉഴുന്നും ചോറും ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതൊന്ന് രാവിലെ തന്നെ ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫെർമെൻ്റ് ആവുന്നുള്ള രീതിയിലാണ് കേട്ടോ വെക്കുന്നുള്ളത്. അപ്പോൾ പിന്നെ അത് അരച്ചിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു.
ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നുള്ളത് ഗ്രീൻ പീസ് കടല വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ കറിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. തേങ്ങയൊന്നും അരക്കാണ്ട് ചെയ്യുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഗ്രീൻ പീസാണ്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഉച്ചക്കേക്ക് നമ്മൾ ദോശ ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ എമിന് അതിൻ്റെ ഇടയിൽ ഓൻ്റെതായ രീതിയിൽ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ദോശയ്ക്ക് പിന്നെ കറിയായിട്ടുള്ളത് തലേന്ന് ഉണ്ടാക്കി വെച്ച മുട്ട റോസ്റ്റിൻ്റെ മസാല ബാക്കിയുണ്ട്, മുട്ടയൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ഒരു മുട്ട പുഴുങ്ങിച്ചിട്ടിട്ട് അതും കൂടി ആയിട്ടാണ് കഴിക്കുന്നുള്ളത്. അങ്ങനെ എൻ്റെ മോൻ്റെയും ഉച്ചക്കത്തെ ഫുഡ് റെഡിയായി. അത് വേഗം നമ്മൾ രണ്ടുപേരും കഴിച്ചു. പിന്നെ അതിന് ശേഷം നമ്മുടെ ക്ലീനിങ്ങും കുളിയും ഫ്രഷ് ആവലും ഒക്കെ കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഫൈസൽക്ക് കൂട്ടാൻ വന്നു നമുക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ നമുക്ക് സെക്കൻഡ് ഡോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പോയേരം. പിന്നെ നമ്മൾ അവിടുത്തെ സിസ്റ്ററിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിട്ടാണ് ഇപ്പം അപ്പോയിൻമെൻറ്റ് കിട്ടാത്തത്. അപ്പോൾ അവർ പറഞ്ഞു എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. ശരിക്കും റീസൺ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡോസ് എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് വരുന്ന സീനാണ്. ഫസ്റ്റ് ഡോസ് എടുത്തപ്പം അത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ടയേർഡാവുക അല്ലെങ്കിൽ പനിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒരു കൈക്ക് ഒരു ചെറുതായിട്ടുള്ളൊരു പെയിന് ആ വെച്ച ഭാഗത്ത്. അപ്പോൾ നമുക്ക് കൈ പൊന്തിക്കാനും ഇതാക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ സെക്കൻഡ് ഡോസ് അങ്ങനെ അല്ല കേട്ടോ. എനിക്ക് നല്ല പോലെ ബുദ്ധിമുട്ടുണ്ടായിന്. ഫുൾ ടയേർഡാവലും പനിക്കലും ഒക്കെ കൂടി ആയിട്ട് പിന്നെ വന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ വന്നപാടും ഞാൻ വേഗം ഇഡ്ഡലി നോക്കി. അപ്പോൾ ഇഡ്ഡലിക്ക് അരച്ച് മാവ് നോക്കി ഫെർമെൻ്റ് ആയിട്ടുണ്ടോന്ന്. പക്ഷെ അത് അത്ര അങ്ങോട്ട് പെർഫെക്റ്റായി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം വിചാരിച്ചു ഒരു 3 എണ്ണം ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അത് അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ ബാക്കി കൂടി ചുട്ടെടുക്കുക, ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് നിന്നത്. പക്ഷെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല സോഫ്റ്റായിട്ടും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇഡ്ഡലി. പിന്നെ വൈകുന്നേരം അല്ലേ ചായ കുടിക്കാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈസൽഖാനോട് ചായ വെച്ച് കുടിക്കടോ, എനിക്ക് കഴിയുന്നില്ല. പക്ഷേ ആരെ കേൾക്കാൻ എന്ത് പറയാനും നമ്മൾ തന്നെ എന്തായാലും എണീച്ച് ചായയും ഫുഡും ഒക്കെ കൂടി ഉണ്ടാക്കി കൊടുക്കണം. അല്ലാണ്ട് ഈ ആണുങ്ങളൊന്നും ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന പരിപാടിക്ക് നിൽക്കില്ല. അപ്പോൾ പിന്നെ വേഗം മോനിക്കും ഫൈസൽഖാനും ചായ വെച്ച് കൊടുത്തു. പിന്നെ വേഗം ഇഡ്ഡലി നോക്കിട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനത് മാറ്റി വെച്ചു. പിന്നെ ഏതായാലും വയ്യത്തന്നെ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെയും ചായയൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും റെസ്റ്റ് എടുത്തു. തീരെ പറ്റുന്നുണ്ടായിട്ടില്ല, എണീച്ച് നിൽക്കാൻ വരെ പറ്റുന്നുണ്ടായിട്ടില്ല. പിന്നെ വേഗം ഫുഡ് എന്തായാലും ഉണ്ടാക്കണ്ടേന്നുള്ള രീതിയിൽ പിന്നെ ഈ അരച്ച് വെച്ചത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ മൊത്തം കുളായിപ്പോവും. അതുകൊണ്ട് പിന്നെ ഇന്ന് തന്നെ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ വേഗം ബാക്കിയുള്ള ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കിയെടുക്കുകയെന്ന്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കറിക്കുള്ള പരിപാടി നോക്കുന്നുണ്ട്. കുക്കറിലോട്ട് ഞാൻ കടലയും അതോടൊപ്പം തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു ചെറിയൊരു മീഡിയം സൈസുള്ള ഉള്ളി ഇതൊക്കെ ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് സ്മാഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് കറീൻ്റെ കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു തക്കാളി, പിന്നെ 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4-5 പച്ചമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് നല്ലോണം കറിയായിട്ട് എടുക്കണം കേട്ടോ. നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള അത്രയും പച്ചമുളക് എടുക്കുക. അതിനുശേഷം പാൻ വെക്കുക. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇനി നല്ലപോലെ ഒന്ന് വഴന്ന് വന്നാൽ ഇനി നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളത് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയാണ്. അപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയും കൂടി ഒന്ന് വഴന്ന് വന്നാൽ ഇനി നെക്സ്റ്റ് ഞാൻ ചേർക്കുന്നുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി
വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കാനാൽ നെക്സ്റ്റ് ഇതിലോട്ടേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി. അപ്പോൾ മുളക് പൊടി ഇതിൽ കൂടുതൽ ചേർക്കണ്ട കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു ചൊവ മുമ്പിൽ നിൽക്കും. അപ്പോൾ മുളക് പൊടി ഒന്ന് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി വഴന്ന് വന്നാൽ നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു കടലിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും ആ ഒരു കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കടല എടുത്തിട്ടുള്ളത് 1 കപ്പും അത് വേവിക്കാൻ എടുത്തിട്ടുള്ളത് 3 കപ്പ് വെള്ളമാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ടുള്ള കറി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ കറി ഇവിടെ റെഡിയായി. നല്ല ഈസി ആയിട്ടും തേങ്ങയൊന്നും ചേർക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്താക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ. ഇതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, പിന്നെ ഒന്ന് ജസ്റ്റ് പുറത്തൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മോനൊന്ന് കളിപ്പിക്കാൻ വേണ്ടിക്ക്. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, മറന്നേ പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.